വാർത്തകൾ വിശദമായി നോക്കാം. കോഴിക്കോട് നല്ലളം മോഡേൺ ബസാറിൽ വാഹനാപകടത്തിൽ 3 മരണം. നല്ലളം മോഡേൺ ബസാറിൽ നിർത്തിയിട്ട കാറിലേക്ക് മറ്റൊരു കാർ ഇടിച്ചു കയറിയാണ് അപകടം. മരിച്ചവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അജി കുഞ്ഞുമോൻ കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അജി, രാവിലെ തന്നെ അത്ര നല്ല വാർത്തയല്ല കോഴിക്കോട് നിന്ന് വരുന്നത്. എപ്പോൾ എങ്ങനെയാണ് അപകടമുണ്ടായത്? ആരൊക്കെയാണ് മരിച്ചത്? അമൃത സൂചിപ്പിച്ചതുപോലെ അത്ര ശുഭകരമായ വാർത്തയല്ല കോഴിക്കോട് നിന്നും വരുന്നത്. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് നിർത്തിയിട്ടിരുന്ന കാറിലേക്ക് മറ്റൊരു കാർ ഇടിച്ചു കയറി 3 പേർ മരണപ്പെടുന്നത്. ഇവർ രാമനാട്ടുകര സ്വദേശികളാണെന്ന പ്രാഥമികമായിട്ടുള്ള വിവരം മാത്രമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത്. മൊബൈൽ ടവറിൻ്റെ ജോലി കഴിഞ്ഞിട്ട് തിരികെ മടങ്ങുന്ന സംഘമാണ് ഈ അപകടത്തിൽപ്പെട്ടത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പുലർച്ചെ 3 മണിയോടെയാണ് ഈ അപകടം നടന്നത്. അപകടം നടന്നതിനുടൻ തന്നെ നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും 3 പേരുടെ ജീവൻ രക്ഷിക്കാനായില്ല. ഏതായാലും മരിച്ചവരെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അല്പസമയത്തിനകം തന്നെ ആരാണ് മരിച്ചത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. കോഴിക്കോട് നല്ലളം മോഡേൺ ബസാറിലാണ് ഇത്തരത്തിൽ അതിദാരുണമായ നാടിനെ നടുക്കിയ ഒരു അപകടം ഇന്ന് പുലർച്ചെ 3 മണിയോടെ ഉണ്ടായത്. അമൃത. ശരി, ജി കുഞ്ഞുമോനാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് നല്ലളം മോഡേൺ ബസാറിലാണ് വാഹനാപകടത്തിൽ 3 പേർ മരിച്ചത്. തിരുവനന്തപുരം നഗരത്തിൽ ബൈക്ക് അപകടത്തിൽ 3 മരണം. കരമനയിൽ പുലർച്ചെ 1:30 അപകടമുണ്ടായത്. നെയ്യാറ്റിൻകര സ്വദേശികളായ പ്രണവ്, സജിൻ, ഇതര സംസ്ഥാന തൊഴിലാളിയായ ഋത്വിക് എന്നിവരാണ് മരിച്ചത്. ജിബിൻ ജെബി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരും. ജിബിൻ, തിരുവനന്തപുരത്ത് നിന്നും അപകട വാർത്ത തന്നെയാണ് രാവിലെ വരുന്നത്. ഇത് എപ്പോൾ എവിടെയായിരുന്നു സംഭവം? അമൃത, തിരുവനന്തപുരത്ത് നിന്ന് അതിദാരുണമായ ഒരു അപകട വാർത്ത തന്നെയാണ് ആദ്യം വരുന്നത്. കാരണം ഇന്ന് പുലർച്ചെ 1:30 കരമന നന്ദിലത് ജി മാർട്ടിന് സമീപം ഇരുചക്ര വാഹന അപകടം ഉണ്ടാകുന്നത്. കരമനയിൽ തന്നെയുള്ള വൈറ്റ് ഡാമർ എന്ന് പറയുന്ന ഹോട്ടലിലെ ജീവനക്കാരായ 3 പേരാണ് ഈ ഇരുചക്ര വാഹന അപകടത്തിൽപ്പെട്ടത്. ഇവർ 3 പേരും ഒരേ വാഹനത്തിൽ ഒരേ ബൈക്കിൽ തന്നെ സഞ്ചരിക്കുകയായിരുന്നു. ഇതിൽ പ്രണവ്, സജിൻ എന്ന് പറയുന്നവരുടെ വീട് നെയ്യാറ്റിൻകരയിലാണ്. മറ്റൊരാൾ ഋത്തിക്കാണ്. ഋത്തിക് അന്യസംസ്ഥാന തൊഴിലാളിയാണ്. ഇവർ 3 പേരും ജോലി കഴിഞ്ഞ ശേഷം നെയ്യാറ്റിൻകര ഭാഗത്തേക്ക് ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കവേ വാഹനം നിയന്ത്രണം വിട്ട റോഡ് വശത്ത് ഒതുക്കിയിരുന്ന 2 ബൈക്കുകളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. 3 പേരും അപകട സമയത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. 3 പേരുടെ മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ 3 പേരും സഞ്ചരിച്ചിരുന്നത് ഒരേ വാഹനത്തിലാണ്. 3 പേരും ഹെൽമറ്റും ഉപയോഗിച്ചിരുന്നില്ല. അതാണ് മരണകാരണമായി പറയപ്പെടുന്നത്. എന്തായാലും അമിത വേഗത്തിലെത്തിയ വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട ഈ മറ്റ് ഇരുചക്ര വാഹനങ്ങൾ റോഡിന്റെ സൈഡിലേക്ക് പാർക്ക് ചെയ്തിരുന്ന മറ്റ് ഇരുചക്ര വാഹനങ്ങളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള വിവരം, ഈ അപകട വിവരവും 3 പേരുടെ കുടുംബങ്ങളെ ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുണ്ട്. അമൃത. ശരി, ജിബിൻ ജെബിയാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നത്തെ മറ്റ് പ്രധാന വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി 24 പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്ന് ചേരുന്നുണ്ട്. കോഴിക്കോട് നിന്ന് അജി കുഞ്ഞുമോൻ, കൊച്ചിയിൽ നിന്ന് ലാൽകൃഷ്ണ, തിരുവനന്തപുരത്ത് നിന്ന് ജിബിൻ ജെബി, ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി എന്നിവരാണ് തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. ആദ്യം തിരുവനന്തപുരത്തേക്ക് തന്നെയാണ് പോകുന്നത്. ജിബിൻ ജെബി തുടരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ജിബിൻ, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ നിരവധി വാർത്തകൾ തിരുവനന്തപുരത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടക്കാനിരിക്കുന്നു. അതുപോലെ തന്നെ ഇരവിപുരം സീറ്റിലെ RSPയിലെ ഭിന്നത, എന്തൊക്കെയാണ് പ്രധാനമായും പ്രേക്ഷകരിലേക്ക് എത്തിക്കാറുള്ളത്? വാർത്തകൾ വരാനുണ്ട്. അതിൽ ഏറ്റവും നിർണായകമെന്ന് പറയുന്നത് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ നടന്നു വരികയായിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളാണ് നടന്നത്. ഇതിൽ ഓരോ ജില്ലയിൽ നിന്നുള്ള CPMന്റെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പല സ്ഥലത്തും 2 ടേം വ്യവസ്ഥ എന്നുള്ള ഒരു പ്രശ്നം, അതുപോലെ തന്നെ ഒരേ സീറ്റിൽ 2 പേരുടെ സാധ്യതാ പട്ടിക എന്നിങ്ങനെയാണ് ആ ചർച്ചയിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റ്, അതായത് CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റുകളിൽ ചേർന്ന് തയ്യാറാക്കിയ ലിസ്റ്റ് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കൈമാറും. അവിടെയായിരിക്കും ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു അന്തിമ തീരുമാനമെടുക്കുക. കാരണം ഈ 2 ടേം വ്യവസ്ഥ എന്നുള്ള കാര്യത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റിന് തീരുമാനമെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ 2 ടേം വ്യവസ്ഥ, അതുമാത്രമല്ല 2 പേരിലേക്ക് എത്തിയിരിക്കുന്ന മണ്ഡലങ്ങളിൽ അത് ഒറ്റ പേരിലേക്ക് എത്തിച്ചേരുക എന്നീ കാര്യങ്ങളായിരിക്കും ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പ്രധാനമായും ചർച്ച ചെയ്യുക. വരുന്ന ആഴ്ച കൂടുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലായിരിക്കും ഈ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് മന്ത്രി വീണ ജോർജിന്റെ കാര്യമാണ്. മന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോട് കൂടിയാണ് പത്തനംതിട്ടയിലുള്ള വീട്ടിലേക്ക് എത്തിയത്. മന്ത്രി ഇപ്പോൾ റെസ്റ്റിലാണ്. കാരണം കഴിഞ്ഞ ദിവസം പുലർച്ചയോടുകൂടി പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് മന്ത്രിക്ക് 4 ദിവസത്തേക്ക് പൂർണ്ണമായ വിശ്രമമാണ് നിർദ്ദേശിച്ചിരുന്നത്. മാത്രമല്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം നൽകുന്ന നിർദ്ദേശപ്രകാരമുള്ള ചികിത്സയും മരുന്നുകളുമാണ് മന്ത്രി ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. മാർച്ച് 2-ാം തീയതി വരെയുള്ള മന്ത്രിയുടെ ഔദ്യോഗിക പരിപാടികളെല്ലാം തന്നെ മാറ്റിവെച്ചതായി മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കഴിഞ്ഞ
കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ഔദ്യോഗികമായ അറിയിപ്പ് വന്നിട്ടുണ്ട്. മറ്റൊരു കാര്യം കൊല്ലത്തേക്കാണ്. കാരണം കൊല്ലം ഇരവിപുരം സീറ്റിനെ സംബന്ധിച്ചിട്ടുള്ള ഭിന്നത അത് വീണ്ടും രൂക്ഷമാവുകയാണ്. കാരണം വിഷ്ണുമോഹൻ എന്ന് പറയുന്ന RFFിൻ്റെ യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതാവിലേക്ക് സ്ഥാനാർത്ഥി നിർണയം എത്തിച്ചേർന്നുവെങ്കിൽ പോലും ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള, പ്രത്യേകിച്ച് ഷിബു ബേബി ജോൺ പക്ഷവും പ്രേമചന്ദ്രൻ പക്ഷവും തമ്മിലുള്ള ഭിന്നത രൂക്ഷമാവുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഈ സ്ഥാനാർത്ഥി ചർച്ച പൂർത്തിയായതിനു ശേഷം സോഷ്യൽ മീഡിയ കേന്ദ്രീകരിച്ച്, സാമൂഹ്യ മാധ്യമങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള ഭിന്നതയാണ് പ്രവർത്തകർ രേഖപ്പെടുത്തുന്നത്. ഇത് സംബന്ധിച്ച് കൂടുതൽ നേതാക്കളുടെ പ്രതിഷേധവും ഇന്ന് പുറത്തേക്ക് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന JB കോശി കമ്മീഷൻ റിപ്പോർട്ടാണ്. കാരണം JB കോശി കമ്മീഷൻ റിപ്പോർട്ട് കഴിഞ്ഞ തവണ ചേർന്ന മന്ത്രിസഭാ യോഗം തത്വത്തിൽ അംഗീകരിച്ചിരുന്നു. പക്ഷേ ഇത് സംബന്ധിച്ച് ഇതിൻ്റെ പിന്നാലെ ക്രൈസ്തവ സഭകൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം, ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ക്രൈസ്തവ സഭകൾ പലവട്ടം ആവർത്തിച്ചിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും തന്നെ സർക്കാർ ഇതിന് തയ്യാറായില്ല. അപ്പോൾ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരത്തിൽ JB കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിടുന്നതിൽ അതിൽ ആശങ്കയുടെ ദുരൂഹതയുണ്ട് എന്നാണ് സഭാവൃത്തങ്ങൾ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഇന്ന് സഭാ അധ്യക്ഷന്മാരുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നത്. വൈകുന്നേരം CM-ന്റെ ഓഫീസിൽ വച്ച് തന്നെയാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചയും നടക്കുന്നത്. അമൃത. ശരി, തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങളാണ് അജിബിൻ JB പങ്കുവച്ചത്. കൊച്ചിയിലേക്ക് പോയാൽ അവിടെ നിന്ന് ലാൽ കൃഷ്ണ തത്സമയം ചേരുന്നുണ്ട്. ലാൽ, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് കേരള സ്റ്റോറി 2-ന്റെ റിലീസ് തന്നെയാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ആളില്ലാത്തതുകൊണ്ട് ഷോ റദ്ദാക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പറയൂ, കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ. പ്രധാനമായിട്ട് ഇപ്പോൾ അമൃത പറഞ്ഞ പോലെ തന്നെ, ആദ്യം ഗുഡ് മോർണിംഗ്. 2 ദിവസത്തെ സന്ദർശനമാണ്. ഉച്ചയോടുകൂടിയാണ് ഉപരാഷ്ട്രപതി കേരളത്തിലേക്ക് എത്തുക. നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങിയ ശേഷം അദ്ദേഹം നേരെ കോട്ടയത്തേക്കാണ് പോകുന്നത്. ചങ്ങനാശ്ശേരിയിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പരിപാടിയുള്ളത്. അതിനുശേഷം തിരിച്ച് വൈകിട്ട് കൊച്ചിയിലേക്ക് തന്നെ എത്തും. ആ സമയത്ത് വലിയ ഗതാഗത നിയന്ത്രണം കൊച്ചി നഗരത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ഉപരാഷ്ട്രപതിയുടെ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതേ സമയത്ത് തന്നെ ISLൻ്റെ ഒരു മാച്ച് കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പലയിടങ്ങളിൽ നിന്നുള്ള ആളുകൾ എത്തിച്ചേരാനുള്ള സാധ്യത കണക്കിലെടുത്ത് പൊതുഗതാഗതത്തെ കൂടുതൽ ആശ്രയിക്കണം എന്ന കാര്യം തന്നെയാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. അതായത് കൊച്ചി മെട്രോ അടക്കമുള്ള സംവിധാനങ്ങൾ ആശ്രയിക്കുക. കളി കാണാൻ വരുന്നവർക്കാണെങ്കിലും അത് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയുക. പശ്ചിമ കൊച്ചിയിലടക്കമുള്ള ആളുകൾക്ക് യാത്രാ ദുരിതം ഉണ്ടാകാനുള്ള സാധ്യതയും കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരം നിയന്ത്രണങ്ങളിലേക്ക് പോകണം എന്ന കാര്യം അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വൈകുന്നേരം കൊച്ചിയിൽ തങ്ങുന്ന അദ്ദേഹം പിറ്റേന്ന് രാവിലെ തൃശ്ശൂരിലേക്ക് പോകും. തൃശ്ശൂരിലാണ് ഞായറാഴ്ച നിൽക്കുന്ന പരിപാടി. ഞായറാഴ്ച ഉച്ചയോടുകൂടി അദ്ദേഹം തിരിച്ചു പോകും. ഇത്തരം കാര്യങ്ങളാണ് കൊച്ചിയിൽ പ്രധാനമായിട്ടും ഇന്നുള്ളത്. ശരി, കൊച്ചിയിലെ വിവരങ്ങളാണ് ലാൽകൃഷ്ണൻ നൽകിയത്. കോഴിക്കോട് നിന്ന് അജി കുഞ്ഞുമോൻ വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. അജി, ഗുഡ് മോർണിംഗ്. വടക്കൻ കേരളത്തിലേക്ക് വന്നാൽ എന്തൊക്കെ വാർത്തകളാണ് പങ്കുവയ്ക്കാനുള്ളത്? അമൃത, വെരി ഗുഡ് മോർണിംഗ്. വടക്കൻ കേരളത്തിലെ ഒട്ടനവധി പ്രധാനപ്പെട്ട വാർത്തകളുണ്ട്. അതിൽ ആദ്യത്തേത് മന്ത്രി വീണ ജോർജും ബന്ധപ്പെട്ട കരിക്കുടി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് നിലവിൽ പ്രതിയായി റിമാൻഡിൽ കഴിയുന്ന KSU ജില്ലാ പ്രസിഡന്റ്, കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് വീടിന് നേരെ ഇന്നലെ ബോംബേർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബോംബേർ നടത്തിയ പ്രതികളെ CCTVയിലൂടെയും ഒപ്പം തന്നെ ഈ ബബിൻ്റെ മാതാപിതാക്കൾ ഈ പ്രതികളെ തിരിച്ചറിയുകയും ചെയ്തിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇതുവരെ പ്രതികളെ പിടികൂടിയില്ല. അപ്പോൾ ഈ പ്രതികളെ ഉടൻ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ തലത്തിലുള്ള പ്രതിഷേധം ഉയരുന്നുണ്ട്. പ്രതികളെ പിടികൂടാതെ പോലീസ് ഒത്തുകളിക്കുകയാണ് എന്ന ആരോപണവും അവിടെ ഉയരുന്നുണ്ട്. ഇന്നലെ പുലർച്ചെയാണ് ഈ ബബിൻ്റെ വീടിന് നേരെ ബോംബേർ ഉണ്ടായത്. അപ്പോൾ സംഭവത്തിൽ പ്രതി പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് ഇന്നലെ വടകര ടൗണിലടക്കം കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നടന്നിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കായി മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകുന്ന വീടിൻ്റെ താക്കോൽ ദാനം ഇന്ന് നടക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 51 വീടുകളാണ് ഇന്ന് പ്രിയങ്ക ഗാന്ധി മുഖ്യ അതിഥിയായി നടക്കുന്ന ചടങ്ങിൽ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ കൈമാറുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. മേപ്പാടിയിലെ തൃക്കപ്പറ്റയിലാണ് ഈ 11 ഏക്കറിൽ പദ്ധതി പൂർത്തിയായിരിക്കുന്നത്. 105 വീടുകളാണ് ലീഗ് ഒരുക്കുന്നത്. ഇത് 8 സെന്റിൽ 1060 സ്ക്വയർ ഫീറ്റിൽ ഒരുക്കി 51 വീടുകളാണ് ആദ്യഘട്ടത്തിൽ കൈമാറുന്നത്. ഈ സർക്കാർ ടൗൺഷിപ്പിലെ വീടുകൾ വേണ്ടെന്ന് വെച്ച 15 ലക്ഷം രൂപ കൈപ്പറ്റിയ 87 ഗുണഭോക്താക്കളിൽ നിന്നും നറുക്കെടുപ്പിലൂടെയാണ് 51 പേരെ തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. ഇപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഉറപ്പാക്കിയതിനു ശേഷമാണ് ഇത്തരത്തിൽ ലീഗ് അവിടെ വീട് കൈമാറുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ടാണ്. ഇന്നലെ കേരള സ്റ്റോറിയിൽ ആളില്ലാത്തതുകൊണ്ട് പ്രദർശനം ഇന്ന് കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട 4 തിയേറ്ററുകളിലാണ് കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നത്. ഇന്നലെ രാത്രിയിൽ റീഗൽ തിയേറ്ററിൽ 10 മണിക്കായിരുന്നു ഷോ ഉണ്ടായിരുന്നത്. എന്നാൽ ആളില്ലാത്തതിനാൽ ആ ഷോ റദ്ദാക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് അമൃത വടക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. ശരി, അജയ് കുഞ്ഞുമാനാണ് കോഴിക്കോട് നിന്നുള്ള
വിവരങ്ങൾ നൽകിയതിന് ഡൽഹിയിലേക്ക് പോയാൽ ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകാറായി ചേരുന്നുണ്ട്. ബൽറാം, ഗുഡ് മോർണിംഗ്. ദേശീയ അന്തർദേശീയ തലത്തിൽ നിന്നുള്ള പ്രധാന വാർത്തകൾ എന്തൊക്കെയാണ്? വെരി ഗുഡ് മോർണിംഗ് അമൃത. അന്തർദേശീയ തലത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ രണ്ട് രാജ്യങ്ങൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അതീവ രൂക്ഷമായി തന്നെ തുടരുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി ഈ രണ്ട് രാജ്യങ്ങൾക്കുമിടയിലുള്ള ഡൂറന്ത് അതിർത്തി രേഖ അതീവ സംഘർഷഭരിതം തന്നെയാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ പാകിസ്ഥാൻ വീണ്ടും അഫ്ഗാനിസ്ഥാനിലേക്ക് വ്യോമാക്രമണം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഗോസ്റ്റ് പക്തിക പ്രവിശ്യകളിൽ നടന്ന ഈ വ്യോമാക്രമണങ്ങളിൽ 19 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു, 23 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. ഈ കൊല്ലപ്പെട്ടവരും പരിക്കേറ്റവരും പൂർണ്ണമായും തന്നെ സാധാരണക്കാരാണ് എന്നും ജനവാസ മേഖലയിലേക്കാണ് പാകിസ്ഥാൻ ആക്രമണം വീണ്ടും നടത്തിയിരിക്കുന്നത് എന്നുമാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം വ്യക്തമാക്കുന്നത്. അതേസമയം ഇതിന് മറുപടിയായി ഖൈബർ പത്തുങ്കയിലെ സ്വാത് ജില്ലയിലേക്കും സമീപ മേഖലയിലെ പാക് ക്യാമ്പുകളിലേക്കും അഫ്ഗാനിസ്ഥാൻ ഡ്രോൺ ആക്രമണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എത്രത്തോളം നാശനഷ്ടമുണ്ടായി എന്ന് ഈ ഘട്ടത്തിൽ പറയാനാകില്ല എന്നാണ് അഫ്ഗാനിസ്ഥാൻ വ്യക്തമാക്കുന്നത്. അതേസമയം ഈ പാകിസ്ഥാൻ്റെ സൈനിക കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തുടർന്ന് ആക്രമണം നടത്തുമെന്നും ഇതൊരു തുടക്കം മാത്രമാണ് എന്നുമാണ് അഫ്ഗാൻ സൈന്യം അറിയിക്കുന്നത്. ശക്തമായ പോരാട്ടം ഈ മേഖലയിൽ ഡ്യൂറന്റ് രേഖയുടെ ഇരുവശത്തുമായി തുടരുന്നു എന്നുള്ളതാണ്. അതേസമയം സമാധാന ശ്രമങ്ങൾക്കായുള്ള നീക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ രണ്ട് രാജ്യങ്ങളുമായി തുർക്കിയും ഒപ്പം തന്നെ സൗദി അറേബ്യയും സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. അതേസമയം ഈ AI ഉച്ചകോടിക്കിടെയുണ്ടായി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായിരിക്കുന്നു. 2 പേരെ കൂടി ഡൽഹിയിൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഗിർദർ, കുബേർ മീന എന്നീ 2 പേരെയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതോടെ ഈ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 14 ആയിരിക്കുന്നു. അതേസമയം നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസിൽ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ഉദയ് ഭാനു ചിബിനെ ഇന്ന് പട്യാല ഹൗസ് കോടതിയിൽ ഹാജരാക്കും. എന്തായാലും കൂടുതൽ അറസ്റ്റുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയും ഉണ്ടാകും എന്ന് തന്നെയാണ് ഡൽഹി പോലീസ് അറിയിക്കുന്നത്. അമൃത. ശരി, ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സംഘർഷത്തിൽ താൻ ഇടപെടുമെന്ന് വ്യക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ പാകിസ്ഥാൻ അനുകൂലമായ നയമായിരിക്കും താൻ സ്വീകരിക്കുക എന്നും ട്രംപ് പറഞ്ഞു. അഫ്ഗാനിസ്ഥാനുമായുള്ള ഏറ്റുമുട്ടലിൽ പാകിസ്ഥാൻ അതിശയകരമായ പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെന്നും ട്രംപ്. താലിബാൻ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള പാകിസ്ഥാന്റെ അവകാശത്തെ അമേരിക്ക പിന്തുണയ്ക്കുന്നുവെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര ഇന്ന് കൊല്ലം ജില്ലയിൽ രാവിലെ പത്തനാപുരത്ത് നിന്ന് ജാഥ പര്യടനം ആരംഭിക്കും. ഇതിനു മുന്നോടിയായി വിവിധ മേഖലകളിലുള്ളവരുമായി പ്രതിപക്ഷ നേതാവ് കൂടിക്കാഴ്ച നടത്തും. ജില്ലയിലെ 10 നിയമസഭാ മണ്ഡലങ്ങളിലൂടെ പര്യടനം കടന്നുപോകും. സമാപന സമ്മേളനം തിങ്കളാഴ്ച വൈകിട്ട് 7 മണിക്ക് കൊല്ലം കന്റോൺമെന്റ് മൈതാനത്ത് നടക്കും. മുൻ DGPയും തിരുവനന്തപുരം നഗരസഭയിലെ കൌൺസിലറുമായ ആർ ശ്രീലേഖയ്ക്കെതിരെ ചുമത്തിയ പോക്സോ കേസിൽ ഇന്ന് തുടർ നടപടികൾ ഉണ്ടായേക്കും. എന്നാൽ തനിക്കെതിരെ എടുത്ത പോക്സോ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഈ കേസിന്റെ FIR തന്നെ തള്ളിപ്പോകുമെന്നും ആർ ശ്രീലേഖ മാധ്യമങ്ങളോട് ഇന്നലെ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ലൈംഗികാതിക്രമ കേസുകളിലെ അതിജീവിതമാരുടെ പേരുകൾ യൂട്യൂബ് ചാനൽ വഴി വെളിപ്പെടുത്തി എന്ന പരാതിയിൽ ശ്രീലേഖയ്ക്കെതിരെ തിരുവനന്തപുരത്തെ മ്യൂസിയം പോലീസ് പോക്സോ അടക്കമുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്തത്. JNU വൈസ് ചാൻസലർ ശാന്തിശ്രീ ദുലിപ്പുടി പണ്ഡിറ്റിന്റെ ജാതി അധിക്ഷേപത്തിൽ SFI ഇന്ന് രാജ്യവ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കും. രാജ്യത്തെ എല്ലാ സർവകലാശാലകളിലും പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്ന് SFI ദേശീയ പ്രസിഡന്റ് ആദർശ് എം സജി അറിയിച്ചു. വൈസ് ചാൻസലർ രാജിവെക്കുക, അംബേദ്കർ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്കെതിരെ എടുത്ത നടപടി റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. അതേസമയം JNU ക്യാമ്പസ് പരിസരത്ത് കനത്ത പോലീസ് സുരക്ഷയാണ് തുടരുന്നത്. രാജ്യവ്യാപകമായുള്ള HPV പ്രതിരോധ കുത്തിവയ്പ്പിന് പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിക്കും. സ്വസ്ഥനാരി പരിപാടിയുടെ ഉദ്ഘാടനം രാവിലെ 11:30 രാജസ്ഥാനിലെ അജ്മീറിൽ നരേന്ദ്രമോദി നിർവഹിക്കും. സർവിക്കൽ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ 14 വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികൾക്കാണ് പ്രത്യേക ഡ്രൈവിലൂടെ കുത്തിവയ്പ്പ് നൽകുന്നത്. ഓരോ സംസ്ഥാനങ്ങളിലും നിർദ്ദിഷ്ട ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി സൗജന്യമായാണ് കുത്തിവയ്പ്പ് നൽകുക. ബംഗളൂരുവിൽ ലഭിക്കുന്ന പച്ചക്കറികളിൽ അമിത അളവിൽ വിഷാംശമെന്ന് കണ്ടെത്തൽ. ദേശീയ ഹരിത ട്രിബ്യൂണൽ നടത്തിയ പരിശോധനയിലാണ് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ. കീടനാശിനികൾക്കൊപ്പം ലെഡ്, സിങ്ക് അടക്കമുള്ളവയുടെ സാന്നിധ്യവും കണ്ടെത്തിയിട്ടുണ്ട്. നഗരത്തിൽ ലഭിക്കുന്ന പച്ചക്കറികളിൽ അമിത അളവിൽ വിഷാംശം അടങ്ങിയിട്ടുണ്ടെന്ന റിപ്പോർട്ട് ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കിയിരിക്കുകയാണ്.
തീൻമേശയിലേക്ക് എത്തുന്ന വിഭവങ്ങൾ ഗുണത്തെക്കാളേറെ ദോഷമെന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അമിത അളവിലെ കീടനാശിനി ഉപയോഗത്തോടൊപ്പം ലെഡും സിങ്കും ഉയർന്ന തോതിലുണ്ടെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. 79 സാമ്പിളുകളിലെ 19 എണ്ണത്തിലും അനുവദനീയമായ പരിധിക്കപ്പുറം വിഷാംശം കണ്ടെത്തിയിട്ടുണ്ട്. ക്യാപ്സിക്കം, വഴുതന, വെള്ളരി, പാവയ്ക്ക, ബീട്രൂട്ട്, ബജ്ജിമുളക് എന്നിവയിലാണ് കൂടുതൽ വിഷാംശമുള്ളത്. എല്ലാം വിഷം അടിച്ചു വരുന്ന സാധനം തന്നെയാണ്. പക്ഷെ വാങ്ങിക്കാൻ നമുക്ക് നിവൃത്തിയില്ലല്ലോ. ഇവിടുന്ന് വാങ്ങിച്ചുണ്ടോ നമ്മൾ പിന്നെ അതുപോലെ അത് ക്ലീൻ ചെയ്തൊക്കെ യൂസ് ചെയ്യുന്നു. നമുക്കുള്ള സ്ഥലത്ത് കൃഷി ചെയ്യാനുള്ള സൗകര്യം ഇല്ലതാനും നാട്ടിലോട്ട് ഇത് തന്നെയാണ് പോകുന്നത്. നിലമംഗല, കോലാർ, ചിക്കബെല്ലാപ്പൂർ എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറികളിലാണ് കൂടുതലും വിഷാംശമുള്ളത്. ഇവിടങ്ങളിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിലേക്കും പച്ചക്കറി കയറ്റുമതി ചെയ്യുന്നുണ്ട്. എല്ലാത്തിലും വിഷാംശമാണ്. പക്ഷേ നമ്മൾ അതിനെ എന്ത് ചെയ്യാനാണ്? എന്തെങ്കിലും കഴിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. അത് കാരണം ഇത് വാങ്ങിക്കുക തന്നെ. ഇതിനു വേണ്ടിയിട്ട് ഗവൺമെന്റ് ആണെങ്കിൽ ഇത് യാതൊരു ചെക്കിങ്ങോ യാതൊരു കാര്യങ്ങളും ചെയ്യാറില്ല. ഈ പച്ചക്കറികൾ തന്നെയാണ് നമ്മുടെ നാട്ടിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അമിതമായ കീടനാശിനി ഉപയോഗം മണ്ണിനെ മലിനമാക്കിയതാണ് ഈ സ്ഥിതിക്ക് കാരണമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. പച്ചക്കറികളിൽ മാത്രമല്ല കുപ്പിവെള്ളത്തിലും അമിത അളവിൽ ലെഡിന്റെ അംശം കണ്ടെത്തിയിട്ടുണ്ട്. മാരകമായ വിഷാംശങ്ങൾ അടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും മാർക്കറ്റുകളിൽ വ്യാപിക്കുമ്പോഴും അധികൃതരുടെ ഭാഗത്തുനിന്നും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നാണ് ഉയരുന്ന ആക്ഷേപം. ബാംഗ്ലൂർ KR മാർക്കറ്റിൽ നിന്നും ജിജേന്ദ്രനൊപ്പം സജു ചാമക്കാലയിൽ 24. കോഴിക്കോട്, വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ചിപ്പിലിത്തോട് തളിപ്പുഴ ബൈപ്പാസ് പദ്ധതി പ്രദേശം സന്ദർശിച്ച പ്രിയങ്ക ഗാന്ധി MP. ടെൻഡർ നടപടികളിലെ വീഴ്ചകൾക്കെതിരെ വ്യാപക വിമർശനമുയർന്ന സാഹചര്യത്തിലാണ് സന്ദർശനം. ജനങ്ങളുടെ ആശങ്കയകറ്റി നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നതിനാവശ്യമായ ഇടപെടൽ കേന്ദ്രമന്ത്രിതലത്തിൽ നടത്തുമെന്ന് പ്രിയങ്ക ഗാന്ധി ഉറപ്പു നൽകി. പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷമാണ് പദ്ധതി വരുന്നത്. ചുരം വളവുകളില്ലാതെ എളുപ്പത്തിൽ വയനാട്ടിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് നിർദ്ദിഷ്ട പദ്ധതി. ചുരത്തിലെ ബൈപ്പാസ് ഉൾപ്പെടെ കോഴിക്കോട് കൊള്ളകൽ ദേശീയപാത, കോഴിക്കോട് മലാപ്പറമ്പ്, വയനാട് മുത്തങ്ങ വരെ 4 വരി പാതയാക്കുന്നതിനുള്ള DPR തയ്യാറാക്കുന്നതിന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പുതിയ ടെൻഡർ ക്ഷണിച്ചിരുന്നു. എന്നാൽ ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ പോലും ആരംഭിക്കാതെ കിടക്കുമ്പോഴാണ് പുതിയ ടെൻഡർ നടപടിയുമായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ രംഗത്ത് വന്നത്. ചുരത്തിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമായ നിർദ്ദിഷ്ട താമരശ്ശേരി ചുരം ബൈപ്പാസ് എത്രയും വേഗം യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിൽ കഴിയുമ്പോഴാണ് നിലവിലെ ടെൻഡർ ഒഴിവാക്കി പുതിയ ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നത്. ചുരത്തിനെ ചുരമായി തന്നെ നിലനിർത്തി അതിന്റെ ഡെൻസിറ്റി കൊടുക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു ചെറിയ ബൈപ്പാസ്, കുറഞ്ഞ ദൂരത്തിലുള്ള ഒരു ബൈപ്പാസ്, ചുരം റോഡിന്റെ എല്ലാ കടും വളവുകളെയും വളരെ അനായാസം വളവുകളില്ലാതെ ബൈപ്പാസ് ചെയ്തുകൊണ്ടുള്ളതാണ് നമ്മൾ നിർദ്ദിഷ്ട ചിപ്പിലിത്തോട് മരുതിലാവ് തളിപ്പുഴ ബൈപ്പാസ്. കോഴിക്കോട് മുതൽ മുത്തങ്ങ വരെ 4 വരി പാതയാക്കി 30 മീറ്റർ വൈഡനിങ് ചെയ്യുന്ന ടോട്ടൽ പ്രൊജക്ടിന്റെ ഭാഗമായി ഒരു ബൈപ്പാസായിട്ട് അംഗീകരിക്കുകയും ആ ബൈപ്പാസിന്റെ DPR ഉണ്ടാക്കുന്നതിന് വേണ്ടി ടെൻഡർ ക്ഷണിക്കുകയും ചെയ്ത സാഹചര്യമാണുള്ളത്. ജനങ്ങളുടെ ആശങ്കയകറ്റി നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നതിന് വേണ്ട ഇടപെടൽ കേന്ദ്ര മന്ത്രിതലത്തിൽ നടത്തുമെന്ന് പ്രിയങ്ക ഗാന്ധി ഉറപ്പ് നൽകി. I had already spoken to the minister regarding this and had written to her as well. So he has instituted a small committee for a study plus a consultancy to explore what is possible here and what is not. So I think what the request is that that more time isn't wasted and they do this fast, and I will definitely request for it. സംസ്ഥാനത്ത് ഏറ്റവും ഗതാഗത തിരക്കുള്ള ഈ ദേശീയപാതയുടെ നവീകരണ വിപുലീകരണ പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ട സാഹചര്യത്തിലാണ് ദേശീയപാത അധികൃതർ ആദ്യം നൽകിയ ടെൻഡർ അംഗീകരിക്കാതെ പുതിയ ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നത്. 24 കോഴിക്കോട്. ആണവ ചർച്ചകളുടെ വിഷയത്തിൽ ഇറാന്റെ കാര്യത്തിൽ താൻ സന്തുഷ്ടനല്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെ ആക്രമിക്കണമോ എന്ന കാര്യത്തിൽ താൻ തീരുമാനമെടുത്തിട്ടില്ല എന്നും ട്രംപ് വ്യക്തമാക്കി. ഇസ്രായേലിലെ അമേരിക്കൻ എംബസിയിലെ അവശ്യ സേവന വിഭാഗത്തിന്റേത് ഒഴികെയുള്ള ജീവനക്കാരുടെ രാജ്യം വിടാൻ അമേരിക്ക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യുദ്ധം ആസന്നമാണെന്ന സൂചനയിൽ നിരവധി രാജ്യങ്ങൾ ഇറാനിലുള്ള തങ്ങളുടെ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ബ്രിട്ടൻ തെഹ്റാൻ എംബസിയിൽ നിന്ന് ജീവനക്കാരെ പിൻവലിച്ചു. ചൈനയും ഇന്ത്യയും കാനഡയും തങ്ങളുടെ പൗരന്മാരോട് ഉടനടി ഇറാൻ വിടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും പൗരന്മാരോട് അത്യാവശ്യമെങ്കിൽ മാത്രമേ ഇറാനിലേക്ക് പോകാവൂ എന്ന അറിയിപ്പ് നൽകിയിട്ടുണ്ട്. 4ാം ഘട്ട ആണവ ചർച്ച തിങ്കളാഴ്ച ഓസ്ട്രിയൻ തലസ്ഥാനമായ വിയന്നയിൽ നടക്കാനിരിക്കുകയാണ്. ഖത്തർ സർക്കാരിന്റെ നിർണായക LNG പദ്ധതി രവി പിള്ള ഗ്രൂപ്പ് അടങ്ങിയ കൺസോർഷ്യത്തിന് ലഭിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ LNG കമ്പനിയായ ഖത്തർ എനർജിയുടെ അഭിമാന പദ്ധതിയായ നോർത്ത് ഫീൽഡ് വെസ്റ്റ് പദ്ധതിയുടെ നടത്തിപ്പിലാണ് രവി പിള്ള ഗ്രൂപ്പും ഉൾപ്പെട്ടത്. രവി പിള്ളയുടെ ഗൾഫ് ഏഷ്യ കോൺട്രാക്ടർ കമ്പനിക്ക് പുറമെ ടെക്നിക് എനർജീസ്, CCC എന്നിവരടങ്ങുന്നതാണ് കൺസോർഷ്യം. ദോഹയിലെ ഖത്തർ എനർജി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ഖത്തർ എനർജി ചീഫ് എക്സിക്യൂട്ടീവ് സാദ് ഷരീദ അൽകാബി, GSE ചെയർമാൻ രവി പിള്ള,
ടെക്നിപ്പ് എനർജീസ് ചീഫ് എക്സിക്യൂട്ടീവ് അർണൌഡ് പീറ്റൺ, കൺസോളിഡേറ്റഡ് കോൺട്രാക്ടേഴ്സ് കമ്പനി ചെയർമാൻ സമീർ ഖൌറി എന്നിവർ പങ്കെടുത്തു. പ്രതിവർഷം 16 ദശലക്ഷം ടൺ ശേഷിയുള്ള 2 LNG ട്രെയിനുകൾ നിർമ്മിക്കുന്നതിലൂടെ ഖത്തറിന്റെ മൊത്തം LNG ദ്രവീകരണ ശേഷി പ്രതിവർഷം 142 ദശലക്ഷം ടണ്ണായി ഉയരും. 2031 അവസാനത്തോടെ ഉൽപ്പാദനം പൂർണ്ണതോതിലെത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കായിക വാർത്തകൾ. T20 ലോകകപ്പിൽ സെമിഫൈനൽ ഉറപ്പിക്കാൻ പാകിസ്ഥാൻ ഇന്ന് ജീവൻ മരണ പോരാട്ടം. ശ്രീലങ്കയെ വൻ മാർജിനിൽ തോൽപ്പിച്ചാൽ മാത്രമാണ് പാകിസ്ഥാന് അവസാന 4-ൽ ഇടം നേടാനാവുക. ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ 65 റൺസിനോ, ഇനി ചേസിംഗെങ്കിൽ 13 ഓവറിലോ വിജയലക്ഷ്യം അടിച്ചെടുക്കുകയും വേണം പാകിസ്ഥാൻ. അല്ലെങ്കിൽ നിലവിൽ ഗ്രൂപ്പിൽ 2ാം സ്ഥാനത്തുള്ള ന്യൂസിലാൻഡ് സെമിയിലെത്തും. ആദ്യ 2 കളിയും തോറ്റ ശ്രീലങ്ക നേരത്തെ തന്നെ പുറത്തായിരുന്നു. രാത്രി 7-ന് കാൻജിയിലാണ് മത്സരം. ISL-ൽ ആദ്യ ജയം ലക്ഷ്യമിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും. വൈകിട്ട് 5-ന് കൊച്ചിയിൽ നടക്കുന്ന മത്സരത്തിൽ ഇന്റർകാശിയാണ് എതിരാളികൾ. ISL 12ാം പതിപ്പിലെത്തുമ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിന് മാറ്റമൊന്നുമില്ല. വീട്ടാനുള്ള കടങ്ങളും അടക്കാനുള്ള കലിപ്പും പെരുകുന്നുവെന്ന് മാത്രം. ആദ്യ 2 കളിയും തോറ്റാണ് ഇത്തവണ തുടക്കം. മോഹൻ ബഗാനോട് 2 ഗോളിനും മുംബൈ സിറ്റിയോട് 1 ഗോളിനും തോറ്റു. ആദ്യ കളിയിൽ പന്ത് തൊടാൻ പോലും കിട്ടിയില്ലെങ്കിൽ കൊച്ചിയിൽ നടന്ന 2ാം മത്സരത്തിൽ കാര്യങ്ങൾ പിന്നെയും ഭേദം. പന്തടക്കത്തിലും ഷോട്ടുകളിലും മുംബൈയേക്കാൾ മുന്നിൽ ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു. എന്നാൽ ഗോൾ അടിക്കുന്നതിൽ പിഴച്ചു. ഹോം ഗ്രൗണ്ടിലെ 2ാം മത്സരത്തിൽ ISL-ലെ നവാഗതരായ ഇന്റർകാശിയാണ് എതിരാളികൾ. I-ലീഗ് ചാമ്പ്യന്മാരായി ISL-ലേക്ക് എത്തിയ ഇന്റർകാശിയുടേത് മോശമല്ലാത്ത തുടക്കമാണ്. 2 കളികളിലും സമനില പിടിച്ചു. 2ാം തവണ ISL കിരീടം നേടിയ പരിശീലകൻ ലോപ്പസ് ഹെബാസിന്റെ തന്ത്രങ്ങളാണ് ഇന്റർകാശിയുടെ കരുത്ത്. സ്പോർട്സ് ഡെസ്ക് 24. കേരള സ്റ്റേറ്റ് എ ഗ്രേഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എക്സ്പോയ്ക്ക് എറണാകുളത്ത് തുടക്കം. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ കളക്ടർ ജി പ്രിയങ്ക ഉദ്ഘാടനം ചെയ്തു. ഇലക്ട്രിക്കൽ രംഗത്ത് ലോകത്തിലെ വൻകിട ഉൽപ്പാദകരടക്കമുള്ളവരുടെ 130-ൽ പരം പ്രദർശന സ്റ്റാളുകൾ എക്സ്പോയുടെ ഭാഗമായി ക്രമീകരിച്ചിട്ടുണ്ട്. മേഖലയിലെ വിദഗ്ധരുടെ നേതൃത്വത്തിൽ സെമിനാറുകളും വർക്ക്ഷോപ്പുകളും സംഘടിപ്പിക്കും. 4 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടി മാർച്ച് 2-ന് സമാപിക്കും. എല്ലാ ദിവസങ്ങളിലും ഈ ഒരു മേഖലയിൽ പുതിയ പുതിയ റിസർച്ചും പുതിയ പുതിയ പ്രോഡക്ട്സും വരുന്നുണ്ട്. അത് എങ്ങനെ നമ്മുടെ ഒരു താങ്കളുടെ ഒരു ജോലിയിലോ താങ്കളുടെ ഒരു കമ്പനീസിലോ താങ്കളുടെ ഒരു ഓർഗനൈസേഷനിൽ ഉൾക്കൊണ്ടിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും എന്നെല്ലാം ആലോചിക്കേണ്ടി വരും. ഇന്നോവേഷൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു മേഖലയിൽ പ്രൊഫഷണലിസം എന്ന് പറഞ്ഞാൽ കസ്റ്റമർക്ക് എന്താണ് വേണം, അത് ക്വാളിറ്റി ആവട്ടെ, ടൈം ആവട്ടെ, ക്വാണ്ടിറ്റി ആവട്ടെ, എങ്ങനെ നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റും. ആ ഒരു പ്രൊഫഷണലിസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് ദേശീയ ശാസ്ത്ര ദിനം. നൊബേൽ സമ്മാനത്തിന് CV രാമനെ അർഹനാക്കിയ രാമൻ ഇഫക്റ്റ് കണ്ടുപിടിച്ച ദിവസമാണ് ദേശീയ ശാസ്ത്ര ദിനമായി രാജ്യം ആചരിക്കുന്നത്. വികസിത ഭാരതത്തിന് ഉൾപ്രേരകമാകുന്ന ശാസ്ത്രരംഗത്തെ സ്ത്രീകൾ എന്നതാണ് ഈ വർഷത്തെ ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ പ്രമേയം. ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ ആദ്യ ഭാരതീയനാണ് ചന്ദ്രശേഖര വെങ്കട്ടരാമൻ എന്ന CV രാമൻ. 1928-ൽ പ്രകാശ വിസരണത്തെപ്പറ്റിയുള്ള CV രാമന്റെ കണ്ടെത്തലാണ് പിന്നീട് രാമൻ എഫക്റ്റ് എന്ന പേരിൽ അറിയപ്പെട്ടത്. കണ്ടെത്തൽ നടത്തിയ ദിവസം ദേശീയ ശാസ്ത്ര ദിനമായും രാജ്യം ആചരിച്ചു തുടങ്ങി. 1921-ൽ യൂറോപ്പിൽ നിന്നുള്ള കപ്പൽ യാത്രക്കിടെയാണ് കടലിന്റെ നീലനിറത്തെപ്പറ്റി CV രാമൻ ശ്രദ്ധിച്ചത്. നീലനിറത്തിന് കാരണം സൂര്യപ്രകാശം ജലകണികകളിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രകാശ വിസരണമാണെന്ന് CV രാമൻ തെളിയിച്ചു. രാമൻ ഇഫക്റ്റ് എന്ന തന്റെ ഈ കണ്ടെത്തലിനെ 1930-ൽ ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു. ഇത്തവണത്തെ ദേശീയ ശാസ്ത്രദിനത്തിന്റെ പ്രമേയം വികസിത ഭാരതത്തിന് ഉൽപ്രേരകമാകുന്ന ശാസ്ത്രരംഗത്തെ സ്ത്രീകൾ എന്നതാണ്. വികസിത ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിൽ വനിതാ ശാസ്ത്രജ്ഞരുടെ സംഭാവനകൾ എടുത്തു പറഞ്ഞാണ് ഈ വർഷത്തെ ദിനാചരണം. ശാസ്ത്ര ഗവേഷണങ്ങൾ മനുഷ്യനന്മയ്ക്ക് വേണ്ടിയാകണമെന്ന് ആഗ്രഹിക്കുകയും പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുകയും ചെയ്ത CV രാമനെ പ്രണാമം. റിസർച്ച് ഡെസ്ക് 24. 2028-ൽ മനുഷ്യരെ ചന്ദ്രനിൽ ഇറക്കുമെന്ന് നാസയുടെ ചാന്ദ്രദൌത്യമായ ആർട്ടിമിസിന്റെ തുടർച്ച പ്രഖ്യാപിച്ച വാർത്താസമ്മേളനത്തിലാണ് നാസയുടെ നിർണായക പ്രഖ്യാപനം.
ആർട്ടിമിസ് 4 ദൌത്യത്തിലായിരിക്കും മനുഷ്യരെ ചന്ദ്രോപരിതലത്തിൽ ഇറക്കുക. അതിന് മുന്നോടിയായി ആർട്ടിമിസ് 3 ദൌത്യം അടുത്ത വർഷം നടക്കുമെന്നും നാസ അധികൃതർ അറിയിച്ചു. ആർട്ടിമിസ് 4 ദൌത്യത്തിൽ ഉപയോഗിക്കുന്ന സാങ്കേതികവിദ്യ ലോ എർത്ത് ഓർബിറ്റിൽ വെച്ച് പരീക്ഷിക്കുന്നതാകും ആർട്ടിമിസ് 3 ദൌത്യം. അടുത്ത വെള്ളിയാഴ്ച നടക്കുമെന്ന് അറിയിക്കുകയും പിന്നീട് അനിശ്ചിതകാലത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്ത ആർട്ടിമിസ് 2 ദൌത്യത്തിലെ സാങ്കേതിക പിഴവ് പരിഹരിച്ചു വരികയാണെന്നും വാർത്താസമ്മേളനത്തിൽ നാസ അധികൃതർ അറിയിച്ചു. ബഹിരാകാശ യാത്രികരെ ചന്ദ്രനെ ചുറ്റിക്കറങ്ങി തിരികെ ഭൂമിയിലേക്ക് എത്തിക്കുന്ന ദൌത്യമാണ് ആർട്ടിമിസ് 2. ഓറിയോൺ പേടകത്തെ വഹിക്കേണ്ട SLS റോക്കറ്റ് നിലവിൽ വിക്ഷേപണ തറയിൽ നിന്ന് മാറ്റി അസംബ്ലി യൂണിറ്റിലെത്തിച്ച് അറ്റകുറ്റപ്പണികൾ നടത്തുകയാണ് ശാസ്ത്രജ്ഞർ. പത്തനംതിട്ട കലഞ്ഞൂർ മാങ്കോട് പാട്ടഭൂമി കയ്യേറിയ 18 കുടുംബങ്ങൾ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങുന്നു. ജനവാസയോഗ്യമായ സ്ഥലത്ത് ഭൂമി നൽകണമെന്നാണ് അവരുടെ ആവശ്യം. ചെങ്ങറ ഭൂസമരകാലത്ത് സർക്കാർ പട്ടയഭൂമി നൽകിയെങ്കിലും അത് വാസയോഗ്യമല്ല എന്നാണ് സാധുജന സംരക്ഷണ സമിതിയുടെ നിലപാട്. കഴിഞ്ഞ ദിവസം റവന്യൂ ഉദ്യോഗസ്ഥരടക്കം ഇവരുമായി ആശയവിനിമയം നടത്തിയിരുന്നു. JB കോശി കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സഭകളുടെ ആശങ്കകൾ പരിഹരിക്കാൻ മുഖ്യമന്ത്രി വിളിച്ച യോഗം ഇന്ന്. കഴിഞ്ഞ മന്ത്രിസഭാ യോഗം റിപ്പോർട്ട് തത്വത്തിൽ അംഗീകരിച്ചിരുന്നു. ഔദ്യോഗികമായി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാനും തീരുമാനമെടുത്തിരുന്നു. മുഴുവൻ ശുപാർശകളും നടപ്പാക്കണമെന്നും എത്രയും വേഗം റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണമെന്നുമാണ് ക്രൈസ്തവ സഭകളുടെ ആവശ്യം. ഇന്ന് വൈകിട്ട് 4:30 മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിലാണ് സഭാ നേതൃത്വങ്ങളുമായുള്ള ചർച്ച. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.